ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. ഞാനൊരു യാത്രയിലാണ്, ഞാൻ കാറിലാണ്. പറഞ്ഞോളൂ, ഞാൻ മദ്രാസിലാണ്, അതുകൊണ്ടാണ്. ശരിക്കും പറയേണ്ടത് താങ്കൾ തന്നെയല്ലേ? ഞങ്ങളൊക്കെ അഭിമാനത്തിലാണ്. ഏറ്റവും വലിയ പുരസ്കാരം. അതെ, സന്തോഷം. ഞാൻ അതിലേറെ അഭിമാനം, അതിലേറെ എന്താണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു ഒരു വലിയൊരു അംഗീകാരം തന്ന ജൂറിയോടും ഇന്ത്യൻ ഗവൺമെന്റിനോടുള്ള എന്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. എന്റെ പ്രേക്ഷകർക്ക്, അല്ലെങ്കിൽ എന്നോടൊപ്പം സഞ്ചരിച്ചിരുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന, ഇനി സഞ്ചരിക്കാൻ പോകുന്ന എല്ലാവർക്കും, എന്റെ കുടുംബത്തിന്, എന്റെ സിനിമാ കുടുംബത്തിന്, എന്റെ പ്രേക്ഷകർക്ക്, എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ആയിട്ട് ഞാൻ ഈ സ്നേഹം, ഇതൊരു വലിയൊരു ഓണറാണ്, ഒരു വലിയ അംഗീകാരമാണ്. അതെ, അത് ഒരുപാട് പേര് അറിയിക്കുന്നുണ്ട്. എനിക്ക് മാത്രം കിട്ടുന്നതല്ല, മലയാള സിനിമയ്ക്ക്, മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, മലയാള ഭാഷയ്ക്ക്, കേരളത്തിനെല്ലാം കിട്ടുന്ന ഒരു വലിയ അംഗീകാരമായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്നു. ഒരുപാട് സ്നേഹം, ഒരുപാട് പ്രാർത്ഥന. തീർച്ചയായും ലാലേട്ട, ഇത്രയും നേരം സംസാരിച്ച ഓരോരുത്തരും, ഉർവശി ചേച്ചി ആണെങ്കിലും ഫാസിൽ സാർ ആണെങ്കിലും എല്ലാവരും ഈ കാര്യങ്ങൾ തന്നെ പറയുകയായിരുന്നു. അഭിമാനം എന്നതിനപ്പുറത്തേക്ക് മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ആർക്കും ഒന്നും പറയാനില്ല. സന്തോഷം. അതാ ഞാൻ പറഞ്ഞ, അവരൊക്കെയാണല്ലോ എന്നെ ഞാനാക്കി മാറ്റിയത്. അവർക്കൊക്കെ ആയിട്ടാണ് ഞാനിത് ഈ സന്തോഷം പകർത്തി കൊടുക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ് ലാലേട്ട. കാരണം ഇത്രയും നേരം ഞങ്ങൾ ഓരോരുത്തരും താങ്കളുടെ സിനിമകളുടെ ഓരോ സീൻസുകൾ കാണിക്കുന്നു, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്രയെത്ര സിനിമകൾ പറയണം എന്നുള്ളതാണ് താങ്കളെ സംബന്ധിച്ച്. സന്തോഷം. യാത്രയിലാണല്ലേ ഇപ്പോൾ? അതെ 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 അതെ. പ്രേക്ഷകർക്ക് അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത് ചേട്ടാ? ഒരുപാട് എല്ലാവർക്കും നന്ദി പറഞ്ഞു. എല്ലാവർക്കും നന്ദി, സ്നേഹം, പ്രാർത്ഥന. എന്താ പറയേണ്ടത് നമുക്കറിയില്ലല്ലോ. ഇത് വല്ലാത്തൊരു മൊമെന്റ് അല്ലേ. പ്രതീക്ഷിച്ചിരുന്നു എന്നൊരു ചോദ്യം വേണോ? അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല, ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യം. ഒരു ചെറിയ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ സംഭവിക്കുമ്പോഴാണല്ലോ അതിനൊരു വലിയ വില ഉണ്ടാകുന്നത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഉർവശി ചേച്ചി സംസാരിച്ചപ്പോഴേ ഈ നാഷണൽ അവാർഡ് സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലും ആ വിഷമങ്ങളൊക്കെ അലിഞ്ഞില്ലാതാകുന്നു എന്നാണ് പറഞ്ഞത് ലാലേട്ടൻ ഈ അവാർഡ് നേട്ടത്തെ കുറിച്ച് കേട്ടപ്പോൾ. ശരി, വളരെ സന്തോഷം. ഉർവശിയോടുള്ള എന്റെ സ്നേഹവും ബഹുമാനവും ഞാൻ ഇതിലൂടെ അറിയിക്കുന്നു.